ഇംഗ്ലണ്ടിലെ വളരെ പ്രസിദ്ധനായ പ്രധാനമന്ത്രിയായിരുന്നു വിൻസ്റ്റൺ ചർച്ചിൽ. അദ്ദേഹം വലിയ എഴുത്തുകാരനും ഒരു സാമൂഹ്യ ചിന്തകനും കൂടിയായിരുന്നു. ചർച്ചിലെ ഒരിക്കൽ പറയുകയുണ്ടായി, വാട്ട് ഈസ് ലൈഫ്? ലൈഫ് ഈസ് പോസ്റ്റ്പോൺമെൻറ്റ് ഓഫ് ഡെത്ത്. മരണത്തെ നീട്ടിവെക്കലാണ് ജീവിതം എന്ന ചർച്ചിൽ ഒരിക്കൽ പറയുകയുണ്ടായി. അപ്പം അതുകൊണ്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ജീവിതം വലിയൊരു അവസരമാണ്. നമുക്ക് ആ ജീവിതം ഭംഗിയായിട്ട് ജീവിക്കണം. മരണഭയം മാറണം. പ്രായം കൂടുന്തോറും പ്രായത്തിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ടാവും. അതൊക്കെ മാറ്റിയെടുക്കണം. അങ്ങനെ നമുക്ക് മരണം മാറ്റി വയ്ക്കാം. അതാണ് ജീവിതം എന്നാണ് ചർച്ചിൽ പറയുന്നത്. മറ്റൊരു പ്രസിദ്ധനായ കവിയായിരുന്നു ഗയോട്ടെ. ഒരു ഇംഗ്ലീഷ് കവിയായിരുന്നു. ഗയോട്ടെ പറയുന്നുണ്ട്, എ യൂസ്ലെസ് ലൈഫ് ഈസ് എൻ എയർലി ഡെത്ത്. എ യൂസ്ലെസ് ലൈഫ് ഈസ് എൻ എയർലി ഡെത്ത് എന്ന് ഗയോട്ടെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജീവിതം ശരിയായി ജീവിക്കണം, ആരോഗ്യത്തോടെ ജീവിക്കണം. അങ്ങനെ മരണം മാറ്റിവെക്കാം എന്നാണ് ഇവരൊക്കെ പറയുന്നത്. ഹൗ ക്യാൻ യു പോസ്റ്റ്പോൺ ഡെത്ത്? എങ്ങനെയാണ് മരണം മാറ്റിവെക്കേണ്ടത്? നമുക്ക് ഈ താഴെ പറയുന്ന കാര്യങ്ങൾ ഓർത്തിരിക്കണം. ഒന്നാമതായിട്ട്, യു ഈറ്റ് ന്യൂട്രീഷ്യസ് ഫുഡ്. നല്ല ആഹാരം കഴിക്കുക. എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ വേണം, കാർബോഹൈഡ്രേറ്റ്സ് വേണം, മൈക്രോ ന്യൂട്രിയൻസ് വേണം. ഇതെല്ലാം ഉള്ള നല്ല ആഹാരം. കോസ്റ്റ്ലി എന്നല്ല ഞാൻ പറഞ്ഞത്, നല്ല ആഹാരം കഴിക്കുക എന്നുള്ളതാണ്. അടുത്തതായിട്ട്, ശരീരത്തിന് അനക്കം വേണം. കീപ് ദ ബോഡി മൂവിങ്. ചുരുക്കത്തിലെ എക്സർസൈസുകൾ ആവശ്യമാണ്. അതിനുവേണ്ടി ജിമ്മിലൊന്നും പോകേണ്ട കാര്യമില്ല. നമുക്ക് അറിയാവുന്ന എക്സർസൈസുകൾ ചെയ്താൽ മതിയാവും. അടുത്തതായിട്ട്, ക്വാളിറ്റി സ്ലീപ്പ്. നല്ല ഉറക്കം കിട്ടേണ്ടത് ആവശ്യമാണ്. ഉറക്കത്തിൻ്റെ അഭാവം കൊണ്ട് നമ്മുടെ ശരീരത്തിനും മനസ്സിനും പല ആഘാതങ്ങളും ഉണ്ടാവും. അതുകൊണ്ട് നല്ലതുപോലെ ഉറങ്ങേണ്ടത് ആവശ്യമാണ്. അടുത്തതായിട്ട്, നമ്മൾ മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് ജീവിക്കുക. സ്റ്റേ കണക്റ്റഡ്. മറ്റുള്ളവരുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കേണ്ടത് അത്യാവശ്യമാണ്. ഹ്യൂമൻ റിലേഷൻസാണ് നമ്മുടെ എല്ലാ വിജയത്തിൻ്റെയും ഫൗണ്ടേഷൻ എന്ന് പറയാറുണ്ട്. നല്ല സാമൂഹ്യ ബന്ധങ്ങൾ. അതുപോലെ തന്നെ നമ്മൾ ജീവിതത്തിലെ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കണം. ഇത് പഴയ കാലമല്ല. ഇത് റോബോട്ടിക്സ് ഉണ്ട്, ഇലക്ട്രോണിക്സ് ഉണ്ട്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ട്, കമ്പ്യൂട്ടർ, ഫോണ് മുതലായ എല്ലാം ഉൾപ്പെടുന്ന ഒരു പുതിയ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം അതുകൊണ്ട് പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം എന്നർത്ഥം. അടുത്തൊരു പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത്, നമ്മൾ മനസ്സിൽ നിന്നും എല്ലാ നെഗറ്റിവിറ്റിയും മാറ്റിക്കളയുക എന്നുള്ളതാണ്. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറ്റിക്കളയുക. എന്നിട്ട് നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കാനായിട്ട് പഠിക്കണം. അടുത്തതായിട്ട്, നമ്മൾ ജീവിതത്തിലെ പ്രതിസന്ധികളെ തരണം ചെയ്യുവാനായിട്ട് പഠിക്കണം. പ്രതിസന്ധികൾ ധാരാളം ഉണ്ടാവും. അവ സ്വാഭാവികമാണ്. പ്രതിസന്ധികളില്ലാതെ ജീവിക്കുക അസാധ്യമാണ്. അതുകൊണ്ട് ഈ പ്രതിസന്ധികളെ കൈകാര്യം ചെയ്യുവാനും അവയെ മറികടക്കാനും നമ്മൾ പഠിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഉണ്ടാകുന്ന ആഘാതങ്ങൾ, ഏജ് റിലേറ്റഡ് പ്രോബ്ലംസ്, വാസ്തവത്തിൽ ഏജ് അല്ല പ്രശ്നം, ഏജ് റിലേറ്റഡ് പ്രശ്നങ്ങളാണ്, രോഗങ്ങളാണ്. ഇതിനെല്ലാം മാറ്റി നിർത്തുവാനായിട്ട് നമുക്ക് സാധിക്കും. ലോകത്തിലെ വലിയ മനഃശാസ്ത്രജ്ഞനായിരുന്ന സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നുണ്ട്, മനുഷ്യനിൽ രണ്ട് തരം ചോദനയാണുള്ളത്, രണ്ട് തരം ഇൻസ്റ്റിങ്സ്. ഒന്ന് ലൈഫ് ഇൻസ്റ്റിങ്റ്റാണ്, മറ്റേത് ഡെത്ത് ഇൻസ്റ്റിങ്റ്റാണ്. നമുക്ക് ലൈഫ് ഇൻസ്റ്റിങ്റ്റിനെ പ്രൊമോട്ട് ചെയ്യണം. ലൈഫ് ഇൻസ്റ്റിങ്റ്റ് പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യത്തോടെ ജീവിക്കാം. ആരോഗ്യത്തോടെ ജീവിക്കുമ്പോൾ മരണഭയം മാറും. അങ്ങനെ നമുക്ക് കൂടുതൽ കാലം ജീവിക്കാനായിട്ട് സാധിക്കും എന്ന് സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നുണ്ട്.
അപ്പോൾ ചുരുക്കത്തിൽ ഹൗ ടു പോസ്റ്റ്പോൺ ഡെത്ത് എന്ന് പറഞ്ഞാൽ ഏജ് റിലേറ്റഡ് രോഗങ്ങൾ, ഏജ് റിലേറ്റഡ് പ്രശ്നങ്ങളെയൊക്കെ മാറ്റി വയ്ക്കുക എന്ന അർത്ഥം. അങ്ങനെ ജീവിതത്തിൻ്റെ ലോഞ്ചവിറ്റി കൂട്ടിയെടുക്കാം, കുറേ നാളും കൂടി മരണത്തെ മാറ്റി വെച്ചുകൊണ്ട് ജീവിക്കാം എന്നർത്ഥം.